Hi dears, welcome back to Race Education. It's me Aslam. So complex numbers and quadratic equations ഈ ചാപ്റ്ററിൽ നല്ല അടിപൊളി പ്രൂവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനിലാണെങ്കിൽ ചിലതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എടാ ഈ കോംപ്ലക്സ് നമ്പേഴ്സിലെ പ്രൂവ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോഡുലസിന്റെ പ്രോപ്പർട്ടീസ്. നമുക്കറിയാം മോഡുലസും കോഞ്ചുഗേറ്റും കഴിഞ്ഞ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്താണ്. ലൈവ് കാണാത്തവരെന്താക്കുക, ലൈവ് എന്തായാലും കാണുക. വൺ ഷോട്ട് ആയിട്ട് എടുത്ത ലൈവാണ്. എല്ലാ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മോഡുലസ് എന്താണെന്നും കോഞ്ചുഗേറ്റ് എന്താണെന്ന് നമുക്കറിയാം. അതിൽ ഇതിന്റെ രണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോഡുലസിന്റെ പ്രോപ്പർട്ടീസ്. സോ മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എടാ മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് Z1/Z2 എന്ന് പറഞ്ഞാൽ മോഡ് Z1/മോഡ് Z2 ആണ്. അതേപോലെ മോഡ് Z1 into Z2 എന്ന് പറഞ്ഞാലോ മോഡ് Z1 into മോഡ് Z2 ആണ്. അതേപോലെ മോഡ് Z എന്ന് പറഞ്ഞാൽ മോഡ് Z whole raised to എന്നാണ്. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും ഈ ടൈപ്പിൽ വരുന്നത്. സോ മക്കളെ നമുക്ക് ഇതാക്കാം. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിൽ വരാം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കുക ക്വസ്റ്റ്യൻ എന്താണത്. ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് എന്തോ ഒന്ന് ഷോ ചെയ്യാൻ പറയുന്നത്. സോ ഇക്വേഷൻ നോക്കുമ്പോൾ a+ib into c+id into e+if into g+h is equal to capital A+ib ആണ്. ഷോ ചെയ്യേണ്ടതാണ് a² + b² into c² + d² ഉണ്ട്. അങ്ങനെ പോയിട്ട് a² + b² എന്ന് ഷോ ചെയ്യണം. സോ നമുക്കറിയാം മോഡിലാണ് സ്ക്വയേഴ്സ് വരുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു, ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷൻ അതേപോലെ എഴുതി വെക്കുന്നുണ്ട്. a+ib into c+id into e+if into g+h which is equal to capital A+ib. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് സ്ക്വയേഴ്സ് ഷോ ചെയ്യേണ്ടതിൽ എന്തുണ്ട്, സ്ക്വയേഴ്സ് വരുന്നുണ്ട്. സോ രണ്ട് സൈഡ് ഞാൻ എന്താക്കാൻ പോകണം, മോഡ് എടുക്കാൻ പോകണം. രണ്ട് സൈഡിലും ഇക്വേഷന്റെ രണ്ട് സൈഡിലും മോഡ് എടുക്കുന്നു. സോ ടേക്കിംഗ് മോഡ് അല്ലേ, ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും മോഡ് എടുക്കുമ്പോൾ സംഭവിക്കുന്ന പരിപാടി പറഞ്ഞാൽ മോഡ് a+ib ഇൻറ്റു മോഡ് a+ib ഇൻറ്റു c+id ഇൻറ്റു e+if into g+ih equal to mod a+ib. ഓക്കെ, എടാ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽസിന്റെ പ്രോപ്പർട്ടി വരുന്നത്. എടാ നമ്മൾ പഠിച്ച നേരത്തെ പറഞ്ഞ മോഡിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോഡ് Z1 into Z2 is equal to മോഡ് Z1 into മോഡ് Z2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ഓരോ കോംപ്ലക്സ് നമ്പേഴ്സ് a+ib into c+id into e+if into g+h, ഇവിടെ നമുക്ക് ഈ നാല് കോംപ്ലക്സ് നമ്പേഴ്സിന് എന്താക്കാം, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എഴുതാൻ പോകുന്നത് മോഡ് a+ib into മോഡ് c+id into മോഡ് e+if into മോഡ് g+h. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓരോ കോംപ്ലക്സ് നമ്പറിനെയും. ഇനി മോഡ് a+ib, മോഡ് ക്യാപിറ്റൽ a+ib എന്താ മോഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയറിന്റെയും ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയറിന്റെയും സം ആണ്. സോ ഇവിടെ റിയൽ പാർട്ട് a ആണ്, ഇമാജിനറി പാർട്ട് b ആണ്. സോ അതിന്റെ സ്ക്വയറിന്റെ സം ആയിരിക്കണം എന്നൊരു സ്ക്വയർ റൂട്ട് എടുക്കണം. സോ റൂട്ട് ഓഫ് a² + b² ആണ്. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലാവർക്കും നമ്മൾ എന്താക്കുന്നു, മോഡ് കൊടുക്കുന്നു. മോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് a+ib എന്ന് പറഞ്ഞാൽ റൂട്ട് a² + b² ആണ്. അതേപോലെ മോഡ് c+id എന്ന് പറഞ്ഞാൽ റൂട്ട് c² + d² ആണ്. അങ്ങനെ നമ്മൾ എന്താക്കുന്നു, സോ ഓൺ എല്ലാവരെയും എഴുതി വെക്കാം. സോ മോഡ് a+ib എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് a² + b² ഇൻറ്റു മോഡ് c+id എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് c² + d². ഇനി മോഡ് e+if എന്ന് പറയുമ്പോൾ മോഡ് e² + f² പ്ലസ് റൂട്ട് ഉണ്ടേ, റൂട്ട് ഓഫ് e² + f². ലാസ്റ്റ് വൺ മോഡ് g+h ആണ്. സോ റൂട്ട് ഓഫ് g² + h² വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a² + b² ആണ്. a² + b². എടാ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിക്കേ, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, a² + b² into c² + d² into e² + f² into g² + h² into a² + b² ആണ്. അതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ റൂട്ടിന്റെ അകത്താണ് വരുന്നത്. എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്താൽ മതി. സോ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്ക്വയർ ചെയ്യാൻ പോവാണ്. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് എന്ത് കിട്ടും,
ഈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇത് ഹോൾ സ്ക്വയർ വന്നാൽ എല്ലാവർക്കും നമുക്ക് എന്താക്കാം സ്ക്വയർ എടുക്കാം. എല്ലാം സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയി. സ്ക്വയർ റൂട്ടും സ്ക്വയറും എല്ലാ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയി. റിമൈനിങ് ആയിട്ട് എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിപ്പോൾ റിമൈനിങ് ആയിട്ട് എന്ത് വന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? എക്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ റൂട്ടിനകത്ത് വരുന്ന എക്സ്പ്രഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ആ സ്ക്വയർ റൂട്ടും അതേപോലെ സ്ക്വയറിങ് ക്യാൻസൽ ആയി പോയിട്ട് അകത്തുള്ള ആൾ മാത്രം വരും. സോ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 4 സ്റ്റെപ്പ് കൊണ്ട് മാത്രം നമുക്ക് എന്താക്കാം? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. ഇനി ഇതേപോലെ വരുന്ന കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റൻ ആണ് മിസ്സെല്ലിയനസിൽ വരുന്ന ക്വസ്റ്റൻസ്. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഈ ലെവലിലാണ് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് മൈനസ് ഐ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐ ഡി, പ്രൂവ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഓക്കെ, ഈ കാണുന്ന ക്വസ്റ്റ്യനും സെയിം ലെവലിലാണ് ചെയ്യേണ്ടത്. പക്ഷേ 2 പ്രാവശ്യം സ്ക്വയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഇവിടെ. 2 പ്രാവശ്യം നമ്മൾ സ്ക്വയർ ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഓർഡറിലും ചെയ്യാം. ആദ്യം വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതാക്കാം. ആദ്യം തന്നെ നമുക്ക് 2 സൈഡും മോഡ് എടുത്ത് സ്ക്വയർ ചെയ്യാം. 2 സൈഡും മോഡ് എടുത്ത് സ്ക്വയർ ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ റൂട്ട് വരുന്നുണ്ട്. ആ സ്ക്വയർ റൂട്ടിന്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യം ഞാൻ സ്ക്വയർ ചെയ്യണം. 2 സൈഡ് ഞാൻ എന്താക്കാൻ പോകണം? സ്ക്വയർ ചെയ്യാൻ പോകണം. സോ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഫസ്റ്റ് ചെയ്യുന്നതാണ് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. 2 സൈഡും സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ x minus iy whole square is equal to root of a minus ib by c minus id whole square. ഈ സ്ക്വയറും റൂട്ട് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. റിമൈനിങ് ആയിട്ട് എന്താ? a minus ib by c minus id. സോ a minus ib by c minus id എന്നോ. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? മോഡ് എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും സ്ക്വയർ ചെയ്ത് മോഡ് എടുത്താലും മതി. ഞാൻ പക്ഷെ ഇവിടെ ചെയ്യുന്നതാണ് ഇനി മോഡ് എടുക്കാൻ പോവാണ്. സോ ടേക്കിംഗ് മോഡ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് modulus on both sides. 2 സൈഡും നമ്മൾ എന്താക്കി? മോഡ് എടുത്തു. അപ്പോൾ മോഡ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. മോഡ് എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐ ഡി. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ വിചാരിക്കും ഇവിടെ എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ ഉണ്ട്. എന്താണ്? എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത് ഒരുപാട് കാര്യം ചെയ്യണം എന്ന് വിചാരിക്കും. സോ മോഡിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി ഉണ്ട്. 3ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്, അതായത് മോഡ് സെഡ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഹോൾ റേസ് ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ മോഡ് എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും മോഡ് എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സെയിം അല്ല. അതായത് ഈ സ്ക്വയർ നമുക്ക് എന്താക്കാൻ നേരെ പുറത്തെടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ വരും. മോഡ് ഓഫ് എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ. മോഡിന്റെ പുറത്തേക്ക് സ്ക്വയർ എടുത്തു. കാരണം മോഡ് സെഡ് റേസ് ടു എൻ എന്ന് പറഞ്ഞാലും മോഡ് സെഡ് ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ എക്സ് മൈനസ് ഐ വൈന് സെഡ് ആയിട്ട് കണ്ടാൽ മതി. അതിന് റേസ് ടു 2 ആണ്. ആ 2നെ നമുക്ക് എന്താക്കാം? പുറത്തെത്താൻ പ്രശ്നമില്ല. മോഡ് എടുക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത 2ാമത്തെ നമുക്ക് എഗെയിൻ പ്രോപ്പർട്ടി കൂടി യൂസ് ചെയ്യേണ്ടതുണ്ട്. മോഡ് എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐ ഡി. എടാ മക്കളെ, മോഡ് Z1 ബൈ Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എഗെയിൻ മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ഈ മോഡ് എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐ ഡി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു മോഡ് എ മൈനസ് ഐ ബി ബൈ മോഡ് സി മൈനസ് ഐ ഡി. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ പുറത്തേക്ക് എടുത്തു എന്ന് ചോദിച്ചാൽ, നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിൽ വരുന്ന കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മോഡൽസ് കണ്ടുപിടിക്കാനേ അറിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത കോംപ്ലക്സ് നമ്പേഴ്സിൽ എന്താക്കണം? എ പ്ലസ് ഐ ബി ഫോമിലേക്ക് ആക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത്? സ്ക്വയറിന് ഇവിടേക്ക് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം? ഇതിനെ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. അത് ഒരുപാട് ടൈം എടുക്കുന്ന കാര്യമാണ്. സോ നമുക്ക് എന്താക്കാം? ഇത് സോൾവ് ചെയ്യാം. മോഡ് എക്സ് മൈനസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് മൈനസ് വൈ ആണ്. സോ മൈനസ് വൈ ഹോൾ സ്ക്വയർ. അത് വൈ സ്ക്വയർ എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അതിനൊരു ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇനി മോഡ് എ മൈനസ് ഐ ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് മൈനസ് ബി ആണ്. സോ മൈനസ് ബി സ്ക്വയർ.
ബൈ മോഡ് സി മൈനസ് ഐ ഡി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് മൈനസ് ഡി ആണ്. സോ മൈനസ് ഡി ഹോൾ സ്ക്വയർ. നോക്കണം, ഇമാജിനറി പാർട്ട് ഇവിടെ മൈനസ് ബി ആണ്. ഐ എഴുതണ്ട, ഇമാജിനറിയിൽ ഐ വരുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കണം. ഇമാജിനറി പാർട്ടിൽ ഐ വരുന്നില്ല. ഓക്കെ, സോ ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ സ്ക്വയറും ഈ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയിപ്പോൾ റിമൈനിങ് ആയിട്ട് എന്തുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് വൈ സ്ക്വയർ ആണ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിട്ട് മാറുന്നത്. ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ. ഇതെല്ലാം കൂടി നമുക്ക് എന്താക്കാം, ഒറ്റ റൂട്ടായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് റൂട്ടിന്റെ ഒരു പ്രോപ്പർട്ടി അറിയാവുന്നതാണ്. റൂട്ട് എ ബൈ ബി എന്ന് പറഞ്ഞാലും റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒറ്റ സിംഗിൾ റൂട്ടിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണത് ബി സ്ക്വയർ ആണ് ബൈ സി സ്ക്വയർ പ്ലസ് മൈനസ് ഡി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഡി സ്ക്വയർ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ നോക്കിക്കേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട പരിപാടി പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. ഇവിടെ റൂട്ട് വരുന്നില്ല. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നു. ഇവിടെ ഇനി ഒരു സ്ക്വയറും കൂടി മതി. ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് നമ്മൾ എന്താക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു. എഗെയിൻ സ്ക്വയർ ചെയ്യാണ്. സോ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. റൈറ്റ് ഹാൻഡ് സൈഡ് ഈ സ്ക്വയറും അതേപോലെ സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയി പോയിട്ട് എന്ത് വന്നു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആയിട്ട് മാറി. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അവസാനം എഴുതി വെക്കാം ഹെൻസ് പ്രൂവ്ഡ് എന്ന്. അതുകൂടി എഴുതി വെച്ചാൽ അല്ലേ. സോ ഹെൻസ് പ്രൂവ്ഡ്. ഇത്രേ നമുക്ക് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ. ഈ രീതിയിലാണ് ഈ ടൈപ്പിൽ വരുന്ന പ്രൂവ് ദാറ്റ് ക്വസ്റ്റിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കി ഇത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിന് ലോങ് മെത്തേഡ് ഒക്കെ ഉണ്ട്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ് ഒന്നും ഉണ്ട്. അതൊന്നും നോക്കണ്ട. ഈ 2-3 പ്രോപ്പർട്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതാ ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡു ഇറ്റ് യുവർ സെൽഫ്. ഇതേപോലെ തന്നെയാണ് മോഡ് എടുക്കുക, സ്ക്വയർ ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. പ്രോപ്പർട്ടീസ് അതിനനുസരിച്ച് എന്താക്കിയാൽ മതി, അപ്ലൈ ചെയ്താൽ മതി. സോ മക്കളെ, വീഡിയോ യൂസ്ഫുൾ ആയാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനോടൊക്കെ എന്താക്കുക, നമ്മളെ റേസിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുക. നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോയിൽ കാണാം. ഇതേപോലെ ഉഷാറായിട്ട് പഠിക്കാം. സോ ഇറ്റ്സ് മീ അസ്ലം സൈനിങ് ഓഫ് ആൻഡ് ബൈ.